ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഈ മിൽക്ക് മെയ്ഡ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിപ്പോൾ പായസത്തിനും അതുപോലെ മറ്റെന്ത് മധുര പലഹാരങ്ങൾക്കും നല്ല ക്രീമി ടെക്സ്ചറുള്ള മറ്റേ കേക്കുകൾക്കും എല്ലാത്തിനും നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ആവശ്യമാണല്ലോ. അപ്പോൾ അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണേ മിൽക്ക് മെയ്ഡ് നല്ല റേറ്റാണ്, 200 രൂപ അടുപ്പിച്ചും പല റേറ്റിനുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞ മാസം തന്നെ എനിക്കൊരു 4-5 മിൽക്ക് മെയ്ഡ് വാങ്ങേണ്ടി വന്നു, കേക്കും മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. മിൽക്ക് മെയ്ഡ് അപ്പോൾ ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്ന രീതി ഓരോരുത്തരും ഉണ്ടാക്കുന്നപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് തോന്നി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പാൽപ്പൊടി അപ്പോൾ 250-ൻ്റെ 2 കപ്പ് പാൽപ്പൊടി. പാൽ വെച്ചും ഉണ്ടാക്കാം. പാൽ വെച്ച് ഉണ്ടാക്കി നമുക്ക് പാൽ വറ്റിച്ച് പകുതി കൂടുതൽ വറ്റിച്ചെടുക്കണം. പാൽപ്പൊടി ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഈ 2 കപ്പ് പാൽപ്പൊടി, 250-ന് 2 കപ്പ്. അതുപോലെ തന്നെ ഇതൊരു 50 ഗ്രാമിൻ്റെ കോൺഫ്ലവർ എല്ലാവർക്കും അറിയാമല്ലോ. കോൺഫ്ലവർ പൊടി എല്ലാവർക്കും അറിയാമല്ലോ, ചോളം പൊടിച്ചതിൻ്റെത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്രീമി ടെക്സ്ചറായിട്ട് ഈ മിൽക്ക് മെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും ആയിപ്പോകരുത് കേട്ടോ. ഒരുപാടൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിപ്പോകും. ഇതിപ്പോൾ കറക്റ്റ് മിൽക്ക് മെയ്ഡിൻ്റെ അതേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ പൊടി ചേർത്തത്. പിന്നെ ഒരു 2-3 പിഞ്ച് നമ്മുടെ ബേക്കിംഗ് സോഡ. അത് ഒരു യെല്ലോ കളർ, ചെറിയൊരു ക്രീമി കളറാണല്ലോ നമുക്ക് മിൽക്ക് മെയ്ഡ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് പൗഡർ ചേർത്തത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്, ജസ്റ്റ് ഒരു പിഞ്ച്. ഇനി ഇളം ചൂടുവെള്ളം വെച്ച് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഞാനൊരു 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 1 കപ്പ് ഒഴിക്കാം. ഇതൊന്ന് കുറച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡിന് നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ പാൽപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇളം ചൂടുവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരു പായസമോ കേക്കോ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ആ സാധനം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടി കട്ട ഫുള്ള് മാറ്റി കിട്ടണം. നന്നായിട്ട് പോലും പൊടിയില്ലാതെ. ഇതിലൊരു മെയിൻ കാര്യം ചേർക്കാനുണ്ട്, അതായത് പഞ്ചസാര. പൊടിച്ച പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പാൽപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടിച്ചതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് നന്നായിട്ട് ഡൈല്യൂട്ടായി കിട്ടും. തന്നെ ഞാൻ ഇതിൽ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത്. അപ്പം 1.5 കപ്പ് പൊടിച്ചതുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടിയാൽ ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇത് നമുക്ക്
വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കുന്നത്. നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ ഈ കോൺഫ്ലവർ പൊടിയെല്ലാം കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടെക്സ്ചറിൽ വരണം. ഈ പാത്രം ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇൻഡസ് വാലി ഓൺലൈൻ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഏകദേശം ഒരു 6-7 മാസമായി ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്. നല്ലൊരു പാത്രമുണ്ട്, നല്ലൊരു അടപ്പുമാണിത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പാത്രമാണിത്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. പൊടികളൊന്നും ഇല്ലാതെ കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട്. ചെറിയ പൊടിയും പിന്നെ നമ്മൾ ഈ പാൽപ്പൊടി ആകുമ്പോൾ അത് എത്ര കലക്കിയാലും ചിലപ്പോൾ ചെറിയ ചെറിയ പീസ് പോലെ കാണും, പൊടി പാത്രത്തിൽ പറ്റിയിരിക്കും. അപ്പോൾ അത് എല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ ഇരുന്നാൽ കരിഞ്ഞു പോകും. ഇനി ഈ പാത്രം തന്നെ നമ്മൾ കഴുകിയെടുത്തിട്ട് ഇതിൽ തന്നെ കാച്ചിയെടുക്കാം. അരിച്ചെടുത്ത ഈ പാൽപ്പൊടിയുടെ മിശ്രിതം ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനിയാണ് അടുപ്പ് കത്തിക്കാൻ. അരിച്ചെടുത്ത പാത്രത്തിൽ ഒരു തരി പോലുമില്ല. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് കൂടി ഒന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഞാനിതൊന്ന് വീഡിയോ ഇടുന്നത്. അത് കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും സപ്പോർട്ടുമാണ് ഞങ്ങളുടെയൊക്കെ ഓരോ പ്രോത്സാഹനവും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ വീണ്ടും നിങ്ങൾക്ക് കിട്ടാനും നല്ല നല്ല ഇതുപോലുള്ള റെസിപ്പികൾ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് പാലൊന്ന് ഇത് നമ്മൾ പാൽപ്പൊടി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഇളക്കണം. നമ്മൾ വെറും സാധാരണ പാലിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അനന്നതിന് ശേഷം ഒന്ന് പാല് ചൂടായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം പൊടി ഐറ്റംസാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡ് നമ്മുടെ കോൺഫ്ലവർ പൊടി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. ഞാനത് കുറച്ചളവിലേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയായിപ്പോവും. പാല് ഫുള്ളും പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ രൂപത്തിലെടുക്കാൻ പറ്റില്ല. ഇപ്പം തിളച്ച് പൊങ്ങി വരാറായപ്പം കുറച്ച് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന പാത്രം മാറ്റിയായിരുന്നേ. അത് ശരിക്കും തിളച്ച് പൊങ്ങി ഇങ്ങനെ ചാടി വന്നു. ശരിക്കും
ഒരുപാട് ഓവർഫ്ലോ ആയിട്ട് വന്നു. ആ പാത്രത്തിൽ നിന്ന് പൊങ്ങിയിട്ട് ഓവർഫ്ലോ ആയി വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറ്റി വേറൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും എന്താ നമ്മുടെ കറക്റ്റ് ക്രീമി ടെക്സ്റ്റൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കി. എന്താ പറയുക, ശരിക്കും മിൽക്ക് മെയ്ഡിൻ്റെ സെയിം, അല്പം പോലും വ്യത്യാസമില്ല. സെയിം മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റ്. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് കിട്ടി. അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്തപ്പോൾ ആ ഒരു ചെറിയ ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതാണ്. ഇനി ഇരുന്ന് കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇരുന്ന് കുറച്ചുകൂടി ഇരുന്ന് തിക്കായിക്കോളും. ഇനി ഇത് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നോക്കാം. ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് പായസത്തിനോ കേക്കിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അത്ര നല്ല ഒരു മിൽക്ക് മെയ്ഡാണിത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ്, അല്പം പോലും വ്യത്യാസമില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഓൾമോസ്റ്റ് കറക്റ്റ് കളറിലായിട്ടുണ്ട്. തിക്നെസ്സും ശരിക്കും ആ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ചുകൂടി ഒന്ന്, ഇതിപ്പോൾ ഞാനൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണത്. എത്ര ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരാഴ്ചയോളം ഇരിക്കും. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസത്തോളം സൂക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം അനുസരിച്ച് അതാ ഒരു വലിയൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് തിക്കായിരിക്കും. തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വയ്ക്കാം. ഇപ്പം 1 കിലോയുടെ ഒരു ടിന്നാണ്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു ഉപയോഗത്തിനുണ്ട്. ഇപ്പോൾ ക്രീം കളറിലും ആ ഒരു ക്രീമി ടെക്സ്ചറിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നല്ല തിക്കായിരിക്കും. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മക്കളെല്ലാവരും ടേസ്റ്റ് നോക്കി എന്താണ് ഉണ്ടാക്കിയതെന്ന് പറയാതെ തന്നെ അവർ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു മിൽക്ക് മെയ്ഡാണെന്ന് ശരിക്കും എല്ലാവരും പറഞ്ഞു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത്. പക്ഷേ എന്നാൽ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്ത ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കേ.